നിങ്ങളെന്താണ് ഈ പറയുന്നത്? മടവൂര് പടച്ചോനാണെന്നുള്ളടത്തല്ല ഇപ്പോലുള്ളത്. ഇപ്പൊ അതുക്കും മേലെയാ. ഒരുപാട് പടച്ചോന്മാരുണ്ട്. അതിലൊരു പടച്ചോൻ മാത്രമാണ് അള്ളാഹു. അങ്ങനെയാ. അവർക്കിപ്പോ ഒരുപാട് പടച്ചോന്മാരായി. ഈസാ നബി എന്ന് വെക്കേണ്ട ഒരുപാട് കോമാട്ടിയാലിൽ അവള ലണ്ടനിൽ നിന്ന് മുതലാളിയെ പറ്റിച്ച് മുതലാളിയുടെ ഭാര്യയുമായി പ്രേമം നടിച്ച് വഞ്ചിച്ച സുലൈമാണ്ടി, ഇവരൊക്കെ പടച്ചോന്മാരാ. അങ്ങനെ ഒരുപാട് പടച്ചോന്മാരിൽ ഒരു പടച്ചോൻ മാത്രമാണ് അള്ളാഹു. അവിടെ എത്തിയവര് മടവൂരിൽ ഒതുങ്ങിയില്ല, അതൊക്കെ മേലെ. ഇപ്പോ ഞാൻ ഇപ്പൊ തെളിവ് കൊണ്ടുതരാം. നമ്മൾ തെളിവില്ലാതെ ഒന്നും പറയൂല. ഈ വാദത്തിന് നൗഷാദ് തെളിവുദ്ധരിക്കുന്നുണ്ട് കേട്ടോ. തെളിവുദ്ധരിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല, തെളിവുദ്ധരിക്കുന്നുണ്ട്. ഏതാണ് ആ തെളിവ്? അതും കൂടി നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദിയായ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതാദ്യം പൊന്മളയെ നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും, ഞാൻ നിങ്ങൾക്ക് ഖാലിഖാക്കി തരും പറഞ്ഞില്ലേ? കണ്ടിട്ടില്ലേ? കാണിച്ചു കൊടുക്കാം മാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ. അതാ അതിലെ ആയത്താണത്. അഖ്ലുഖുലകും മിനത്തീൻ, കളിമണ്ണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. അതിനാടോ ഖാലിഖ് എന്ന് പറയാ. അത് അർത്ഥം കൊടുത്തത് കണ്ടോ? ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി തരും. അതിന്റെ പേരാടോ ഖാലിഖ്. ഈസാ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിച്ചു തരാന്നുള്ളത് ഈസാ നബി ചെയ്യുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം അതാ ഖാലിഖാണെന്ന് എഴുതിയിട്ട് സൃഷ്ടിച്ചുണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ തന്നെ ഉദ്ധരിച്ചത് എന്തേ മൗലവി കാണാതെ പോയത്? അല്ല പറഞ്ഞത് ശിർക്കാണോ കുഫ്റാണോ? ഈസാ നബി ഖാലിഖാണെന്ന് ഖുർആനിലില്ലേ? മൗലാന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ വേണായത്ത് സൂറത്തുൽ മുഅ്മിനീൻ എടുക്ക്. അതാ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും നല്ല സിട്ടാവായ അല്ലാഹ്. മാനി മൗലവി ഏറ്റവും നല്ല സിട്ടാവ്. കുറെ സിട്ടാവ് ഉണ്ട്. അതാ ഖാലിഖ്. ഖാലിഖീൻ ഒരുപാട് സൃഷ്ടിക്കുന്ന ആളുകൾ. അവരിൽ ഏറ്റവും ഖൈറ് ശിർക്കാണോ? ഇതൊന്നും ഏഴ് നാളങ്ങളൊക്കെ ഖുർആൻ നോക്കിയത് പേരോന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയപ്പോഴുള്ള അറിവും പോയോ? മറുപടി പറയുന്നു. എന്നിട്ട് ഇങ്ങനെ ഓനെയും പിടിച്ച് നടക്കുക. കണ്ടില്ലേ? നൗഷാദ് പ്രമാണം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് പ്രമാണം? അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ. ആ പ്രമാണത്തിൽ നിന്നാണ് ഓനിക്ക് കിട്ടിയതെന്ത്? ഒരുപാട് പടച്ചോന്മാരുണ്ട്, അതിലൊരു പടച്ചോൻ മാത്രമാണ് അള്ളാഹു എന്ന്. ഇത് പഠിപ്പിച്ചു കൊടുത്താരാ? ഹനീഫ കായക്കൊരു ട്രെയിനിങ് കൊടുത്തു. അപ്പോ നൗഷാദിന് ബോധ്യപ്പെട്ടത് എന്താണ്? അമാനിയുടെ പരിഭാഷയാണ് പ്രമാണം. ആ പരിഭാഷ നോക്കിയിട്ടേ ഇനി സംസാരിക്കാൻ പാടുള്ളൂ, അത് പ്രമാണമാക്കിയിട്ടേ ഇനി സംസാരിക്കാൻ പാടുള്ളൂ എന്ന് നൗഷാദിന് ബോധ്യപ്പെട്ടു. നൗഷാദ് വഹാബിസത്തിലേക്ക് പോയി. അമാനി മൗലവിയുടെ പരിഭാഷയും വഹാബികളുടെ ഗ്രന്ഥങ്ങളും പ്രമാണമാക്കിക്കൊണ്ടാണ് ഇപ്പൊ നൗഷാദ് മടവൂരാണ് പടച്ചോൻ, ഒരുപാട് പടച്ചോന്മാരുണ്ട് എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ഉണ്ടാക്കി എന്നതിന്റെ ഉത്തരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സമയങ്ങളിൽ വളരെ പെട്ടെന്ന് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയല്ലോ, അതിന്റെ ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കൂടുതൽ ഊന്നി പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് സമ്മേളനം നടത്തിയ ആളുകൾ പറഞ്ഞതിൽ 75% നേരത്തെ നമ്മുടെ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞതാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ, പേരോട് ഉസ്താദ് ഇത് സംബന്ധമായി വിശാലമായ 2 പ്രഭാഷണങ്ങൾ കുറ്റ്യാടിയിൽ നടത്തി. ഒന്ന്, ആദ്യമായി ഇവർ കോഴിക്കോട്ട് പ്രോഗ്രാം സംഘടിപ്പിച്ചതിന്റെ മറുപടി. പിന്നീട് ഇവർ തന്നെ മറുപടി എന്ന രൂപത്തിൽ കുറ്റ്യാടിയിൽ പ്രസംഗിക്കുകയും പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ വളരെ പെട്ടെന്ന് തന്നെ വിശാലമായി ഓരോ ലഫ്ദിനും അക്കമിട്ട് മറുപടി പറഞ്ഞു. ഇവിടെ പ്രസംഗിക്കാൻ വന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, പേരോട് ഇപ്പോൾ എവിടെ പോയി, കാണുന്നില്ലല്ലോ എന്ന്. പേരോട് ഉസ്താദ് അല്ല മുങ്ങിയത്. പേരോട് ഉസ്താദ് കുറ്റ്യാടിയിൽ മറുപടി പറഞ്ഞിട്ട് 2 ആളുകളെയാണ് ഇപ്പോൾ കാണാത്തത്. ഒന്ന് ഹുസൈൻ സലഫിയും ഒന്ന് അമ്പലക്കടവുമാണ്. 2 ആളെയും കണ്ടിട്ടില്ല. കുറ്റ്യാടിയിലേക്ക്
പേരോട് ഉസ്താദിന്റെ മറുപടിക്ക് ശേഷം ആ ഭാഗത്തേക്ക് കടക്കാൻ പോലും ഒരു എസ് കെ കുട്ടിക്കും കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ വിജയമാണ്. നിങ്ങൾ ഉസ്താദിനെ അവിടെ പോയി മറുപടി പറഞ്ഞല്ലോ, ഉസ്താദിന് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആണത്തമുണ്ടെങ്കിൽ ചെല്ലൂ, മറുപടി പറയൂ, മറുപടിയും കിട്ടും. പിന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? നിങ്ങളെന്തായി കുട്ടികൾ തന്നെ മറുപടി പറയുന്നതെന്നാണ്. കുട്ടികൾ തന്നെ വേണമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ SBS പ്രവർത്തകർ മറുപടി പറയേണ്ട ഒരു വിഷയമേ ഉള്ളൂ, അതിനപ്പുറം ഇല്ല. സാക്ഷാൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ വന്നാലും വാദപ്രതിവാദം നടത്താൻ സാധാരണക്കാരായ ഞങ്ങൾ മതിയെന്ന് ഈ സമയത്ത് ഞങ്ങളെ പ്രഖ്യാപിക്കുകയാണ്. വാദപ്രതിവാദത്തിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. അമ്പലക്കടവ് ചോദിക്കുകയാണ്, വാദപ്രതിവാദത്തിനുണ്ടോ? ഞങ്ങളുടെ നേതാവാരാ നിങ്ങൾക്കറിയോ? ശൈഖുന കാന്തപുരം ഉസ്താദാണ്. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് സമസ്ത ഒന്നായ കാലത്താണ് കൊട്ടപ്പുറം വാദപ്രതിവാദം നടന്നത്. അന്ന് ഐക്യകണ്ഠേന ഒരാളും എതിരില്ല. എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞത് വാദപ്രതിവാദമാണോ അതിന് മുന്നിൽ നിൽക്കേണ്ടത് കാന്തപുരം തന്നെ. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള പണ്ഡിതന്മാർ ആശീർവാദം നൽകി കൊട്ടപ്പുറത്തിന്റെ മണൽത്തരികളെ വിറപ്പിച്ച കാന്തപുരത്തിന്റെ മക്കളാണ് ഞങ്ങൾ എന്നത് ഒരാളും മറന്നുപോകരുത്. അതുകൊണ്ട് വാദപ്രതിവാദത്തിന് അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ 10,000 കുതിരശക്തിയോടെ ഞങ്ങൾ ആ വെല്ലുവിളി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഇവിടെ ഞങ്ങൾ വ്യക്തമായി പറയുകയാണ്. നിങ്ങൾക്ക് വരാം, ഇവിടെ വെച്ച് തന്നെ ആവട്ടെ, മലപ്പുറത്തിന്റെ മണ്ണിൽ ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വിഷയവുമായി ഏത് വിഷയം ചർച്ച ചെയ്യാനും കാന്തപുരത്തിന്റെയും താജുൽ ഉലമയുടെയും മക്കൾ സന്നദ്ധരാണ് എന്ന് എല്ലാ വിഘടിത വിഭാഗങ്ങളെയും ഞങ്ങൾ അറിയിക്കുകയാണ്. ആ രൂപത്തിലുള്ള ഉമ്മാക്കി കാണിച്ചൊന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഇവര് ബോംബെയിലേക്ക് പോയി ജാലിയാവാലയെ കണ്ടു എന്നതാണ് പുതിയ വിവരം. ഞാൻ 2 ദിവസം ജാലിയാവാലയുടെ അടുത്തന്നെ നിന്ന് ബോംബെയിൽ പോയി. മിനിയാന്നും അതിന്റെ മുമ്പുള്ള ദിവസവും രണ്ടും ഏകദേശം ഒരു 11 മണിക്ക് രാത്രി, അദ്ദേഹം പറഞ്ഞു രാത്രി നിങ്ങൾ പോലും നമുക്ക് വിശദമായി സംസാരിക്കാനുണ്ട്. അപ്പോ ഈ ചങ്ങാതിമാര് അദ്ദേഹത്തെ പോയി പറ്റിച്ചതിന്റെ ദുഃഖമാണ് അദ്ദേഹത്തിനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവർക്ക് നൽകിയ ഷഹർ മുബാറക്ക് ഞാൻ തിരിച്ചു വാങ്ങിയ തന്നെ ചെയ്യുമെന്നാണ് ജാലിയാവാല പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറയുമ്പോ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു മലപ്പുറത്ത് ഞങ്ങൾക്ക് പരിപാടി ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഞാനും കൂടെ വരാം. ഇൻഷാ അല്ലാഹ് കഥ തുടരുകയാണെങ്കിൽ നമുക്കെല്ലാം ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദിവസം 11 മണി മുതൽ സുബിഹി വരെ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഇരുന്നു തന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ആധാറുകളും ഞങ്ങൾക്ക് കാണിച്ചു തന്നു, അതിന്റെ സനദും എല്ലാ കാര്യങ്ങളും. എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഈ നിങ്ങളുടെ കേരളത്തിൽ ഈ ഷഹർ മുബാറക്കിനെ എതിർക്കുന്ന ആളുകൾ എന്റെ മുന്നിൽ വന്ന് ഇത് വ്യാജമാണെന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. അമ്പലക്കടവിന് ടിക്കറ്റ് ഫ്രീ, ഫ്ലൈറ്റ് തന്നെ ആവാം, എല്ലാം ഫ്രീ, ഞങ്ങൾ വരാം, നിങ്ങളും വരണം. എന്നിട്ട് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല എന്ന ആ മഹാന്റെ മുന്നിൽ വെച്ച് അദ്ദേഹം നൽകിയ ഷഹർ മുബാറക്ക് തെറ്റാണെന്ന് പറയാൻ ആണത്തമുള്ള ഏതെങ്കിലും ഒരു വിഘടിതനുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി തരാം. ബോംബെയിലേക്ക് ഞങ്ങളെ കൂടെ വരാൻ ആര് സന്നദ്ധരാണെങ്കിലും എല്ലാ ചെലവും ഞങ്ങൾ എടുത്തുകൊള്ളാം. നമുക്ക് അവിടെ വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്നാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷെ അത് മൂപ്പര് മുമ്പ് അബുദാബിക്ക് വിളിച്ച പോലെയാണ് മൂപ്പര് വെല്ലുവിളി ഉണ്ടാകല്. പിന്നെ ആ ഭാഗത്തേക്ക് മൂപ്പരെ കാണൂല. അല്ലെങ്കിലും ജാലിയാവാലിന്റെ അടുത്തേക്ക് ഇനി ഇവര് പോകും നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താ, ഒരു വട്ടം കട്ട് കൊടുന്നാ പിന്നെ ആ കള്ളൻ വേറെ ആ വീട്ടിലേക്ക് പിന്നെ പോകില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇനി നിങ്ങൾ അവർ കാത്തിരിക്കുകയാണ്, നിങ്ങളാണ്ട് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് ഞാനതിന്റെ ക്ലിപ്പുകളൊക്കെ ഇവിടെ കാണിക്കാൻ പോകുന്നു. ഞാൻ ഇതിന്റെ വിഷയം ഏതായെന്ന് അൽഹംദുലില്ലാഹ് പുതിയ വിവാദം എവിടെ എത്തി നിൽക്കുന്നു അതാണല്ലോ നമ്മുടെ ചർച്ച. അസ്റാറു ആസാരിൻ നബവിയും അതുപോലെ തന്നെ സനദ്, ഇതൊക്കെ നേരത്തെ പറഞ്ഞു വരുന്നതാണ്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇനി എന്തെങ്കിലും അറിയാനുള്ളവർക്ക് നമ്മുടെ പണ്ഡിതന്മാർ റെഡിയുമാണ്. ഇതിന്റെ ആകത്തുകയാണ് കുറ്റമ്പാറ ഉസ്താദ് അവസാനം പറഞ്ഞത്. അഥവാ ഇതിന് ഇവർക്ക് മലയാളത്തിൽ ഇതിന് പറയാ സൂയ എന്നാണ്, അറബിയിൽ ഹസദ് എന്നും പറയും. ഈ രോഗം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിയുന്നു എന്ന ഒറ്റ കാരണത്താലാണ് ഈ പറഞ്ഞ എല്ലാ വിവാദങ്ങളും ഇവിടെ ഉണ്ടാക്കിയത്. ഇത് ഇവർ പറയാ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട്,
ഞാൻ പലപ്പോഴും ഇവരോട് പറയാറുണ്ട്, ഈ പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ എസ്കെ കുട്ടികൾ മാത്രമല്ല, ഇത് അസൂയയുടെ പേരിൽ ഉണ്ടാക്കിയതാണ് എന്ന് ഏത് പൊട്ടനും മനസ്സിലാവും. അല്ലേ? ഇപ്പൊ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയൊരു പൊട്ടനായി നമുക്ക് പറയാൻ പറ്റുന്ന ആളാണല്ലോ മുജാഹിദ് ബാലുശ്ശേരി. അതിനിപ്പോ തർക്കമൊന്നുമില്ല, അയാൾക്ക് അളവ് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ അയാൾ ഒരു കാര്യം പറഞ്ഞു, എന്താണെന്നറിയും, ഈ വിഭാഗം ഈ വിവാദത്തിൽ ഇടപെട്ടത് കാന്തപുരത്തെപ്പോലെ ഉയരാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ്, അതിന് അസൂയ എന്നാണ് പറയുക എന്ന് ബാലുശ്ശേരി പോലും അഭിപ്രായപ്പെട്ടു.